ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ള വാർത്ത, ഇന്ത്യയുടെ ചിക്കൻ നെക്ക് അഥവാ സിലിഗുരി കോറിഡോറിൽ വമ്പൻ സൈനിക വിന്യാസം നടത്താനൊരുങ്ങുകയാണ് നമ്മുടെ രാജ്യം എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ തന്നെ ഇന്ത്യ റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള S-400 മിസൈൽ പ്രതിരോധ ലോഞ്ചറുകൾ അവിടെ വിന്യസിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭിക്കുന്നു. സിലിഗുരി ഇടനാഴിയുമായി ബന്ധപ്പെട്ട അതിർത്തികളിൽ ചൈനയുടെയും ബംഗ്ലാദേശിന്റെയും വ്യോമാക്രമണങ്ങളുടെ സങ്കീർണതയും വലിയൊരു വ്യാപ്തിയും കണക്കിലെടുത്താണ് ഇപ്പോൾ ഈ വിന്യാസം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ചൈനയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള വർദ്ധിച്ചു വരുന്ന ഭീഷണികൾക്കിടയിലും സംഘർഷങ്ങൾക്കുമിടയിലാണ് ഈ ഒരു വിന്യാസം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായി നമ്മൾ കാണേണ്ടത്. റഷ്യൻ നിർമ്മിത S-400 ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനത്തെയാണ് സിലിഗുരി ഇടനാഴിയിലേക്ക് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. 20-22 കിലോമീറ്റർ വീതിയുള്ള ഇടുങ്ങിയ കര പാലമാണിത്. അതിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്വഭാവം കാരണമാണ് അതിന് ചിക്കൻ നെക്ക് എന്ന പേര് വന്നത്. ഇന്ത്യയുടെ സുപ്രധാനമായിട്ടുള്ള ഭൂപ്രദേശവും അതിന്റെ വിഭവ സമൃദ്ധിയും ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ടതുമായ വടക്ക് കിഴക്കൻ മേഖലയിൽ തമ്മിലുള്ള ഏക കരബന്ധമാണ് ഈ സിലിഗുരി കോറിഡോർ അഥവാ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള സൈനിക ധമനികളിൽ ഒന്നായി മാറുന്നു എന്നുള്ളതും ഇന്ത്യക്ക് വളരെ കാലമായി തലവേദന സൃഷ്ടിക്കുന്ന ഒന്നാണ്. ചിക്കൻ നെക്കിന്റെ വികാസം ഇന്ത്യയുടെ എല്ലാ കാലത്തെയും ദീർഘകാല അഭിലാഷങ്ങളിൽ ഒന്നാണ്. പാക് അധീന കശ്മീർ എങ്ങനെയാണോ ഇന്ത്യ പിടിച്ചെടുക്കുന്നത്, അതുപോലെ തന്നെയാണ് ചിക്കൻ നെക്ക് വികസിപ്പിക്കുക എന്നുള്ളതും ഇന്ത്യയുടെ ദീർഘകാല അജണ്ടകളിൽ പെടുന്ന ഒരു സംഭവം തന്നെയാണ്. എന്നാൽ ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ നിലവിലത്തെ ഉപദേഷ്ടാവായിട്ടുള്ള മുഹമ്മദ് യൂനിസ് ചൈനയിൽ ചെന്ന് ചിക്കൻ നെക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രസ്താവനകൾ ഇറക്കുന്നു. ചൈനയെ ചിക്കൻ നെക്ക് ഭേദിച്ചുകൊണ്ട് ഒരു കോറിഡോർ ഉണ്ടാക്കാനായി ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഇപ്പോൾ കനത്ത ജാഗ്രത പുലർത്തുന്നത് എന്ന് നമ്മൾ എടുത്തു പറയണം. സിലിഗുരി ഇടനാഴിയുമായി ബന്ധപ്പെട്ട അതിർത്തികളിൽ ചൈനയുടെയും ബംഗ്ലാദേശിന്റെയും വ്യോമാക്രമണങ്ങളുടെ വർദ്ധിച്ച ആവൃത്തിയും സങ്കീർണതയും കണക്കിലെടുത്താണ് ഇന്ത്യ ഇപ്പോൾ S-400 അവിടെ വിന്യസിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഉടനെ തന്നെ അവിടേക്ക് വലിയ ഒരു സൈനിക നീക്കം ഉണ്ടായേക്കും എന്നുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. പതിറ്റാണ്ടുകളായി ഇടനാഴി ഭൂമിശാസ്ത്രപരമായ ഒരു പ്രതിരോധ മാട്രിക്സിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഡോക്ലാം പീഠഭൂമിയിലൂടെ ഡ്രാഗണിന്റെ ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണം ഈ ഭാഗത്തേക്ക് ഉണ്ടാകുമെന്നാണ് ഇന്ത്യയുടെ സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ബീജിംഗിനോട് അനുകൂലമായ നിലപാട് മുഹമ്മദ് യൂനിസ് എടുക്കുന്നതോടുകൂടെ നമുക്ക് ഈ ചിക്കൻ നെക്ക് സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ജീവൻ മരണ പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം മുഹമ്മദ് യൂനിസ് ഇപ്പോൾ ചൈനയിൽ ചെന്ന് പറഞ്ഞിരിക്കുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അത് കരയാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വളരെ വേഗത്തിൽ പിളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള രീതിയിലുള്ള പ്രസ്താവന മുഹമ്മദ് യൂനിസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. ഇത് ഇന്ത്യയെ വളരെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതോടുകൂടിയാണ് ഇന്ത്യ ഇപ്പോൾ അവിടെ അതും കൂടെ കണക്കിലെടുത്താണ് ഇന്ത്യ ഇപ്പോൾ ചിക്കൻ നെക്കിൽ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം അവിടെ വിന്യസിച്ചിരിക്കുന്നത്. എന്നാൽ ഉടനെ തന്നെ ഒരു ആക്രമണം ചിക്കൻ നെക്കിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു സൂചന നമുക്ക് ലഭിക്കുന്നില്ല. ഇതൊരു ജാഗ്രത മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യ BRIയെ നിരന്തരം നിരാകരിക്കുകയും പീപ്പിൾസ് ലിബറേഷൻ ആർമിക്ക് ഇൻഡോ പസഫിക് മേഖലയിലുടനീളം ഇരട്ട ഉപയോഗ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുത്താൻ ഇത് പ്രാപ്തമാക്കുമെന്നും ഇത് മേഖലയെ പരമാധികാരത്തെയും സൈനിക സന്തുലാവസ്ഥയും ദുർബലപ്പെടുത്തും എന്നുമാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. പ്രധാനമായും എന്തു തന്നെയായിരുന്നാലും 2025 ഏപ്രിൽ മുതൽ ഢാക്കയിലെ വടക്കൻ ലാൽ മോനിർ ഹട്ട് ജില്ലയിൽ ചൈനീസ് പിന്തുണയുള്ള ഒരു വ്യോമത്താവളം സ്ഥാപിക്കാൻ ചൈന പദ്ധതിയിടുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.